ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മനിയിലെ വർക്കിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ ഇവിടുത്തെ എംപ്ലോയ്മെന്റ് ലൈഫ്, അതായത് ഇവിടെ ജർമ്മനിയിലോട്ട് വന്ന് ജോലി ചെയ്യാനും ഇവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഇത്. ഇവിടുത്തെ വർക്കിംഗ് കൾച്ചർ എങ്ങനെയാണ്, വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ എംപ്ലോയി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ സാലറിയുടെ ഒരു റേഞ്ച്, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ വന്ന ഒരു ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കൂടുതലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ വർക്ക് ലൈഫ് ബാലൻസ്. നമുക്കത് നല്ലപോലെ ഉള്ള ഒരു കൺട്രിയാണ് ജർമ്മനി. അത് നാടുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചറും അതേപോലെ നാട്ടിലെ വർക്ക് കൾച്ചറും ഒക്കെ നല്ല എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ വർക്ക് ലൈഫ് ബാലൻസും. ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ പേഴ്സണൽ ലൈഫും വർക്കും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജർമ്മനി. അതില് ബേസിക്കലി ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രാക്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമ്മളോട് നേരത്തെ പറയുമായിരിക്കും നമുക്ക് ഇത്ര മണിക്കൂറായിരിക്കും. ഇപ്പൊ ഇവിടെ കണ്ടുവരുന്ന 35 to 40 hours ആണ് നമ്മുടെ വീക്ക്ലി നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. അത് വേരി ചെയ്യാം. ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് 35 hours ഉള്ളൂ ഇപ്പൊ വീക്ക്, അവർക്ക് 40 hours ഉണ്ട്. അപ്പൊ ഇതില് നമ്മള് ഒരിക്കലും നമ്മൾ 35 മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ 40 മണിക്കൂർ നമ്മൾ വീക്ക്ലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ടൈം ചെയ്യരുത് എന്നൊന്നുമില്ല. നമുക്ക് ഓവർ ടൈം ചെയ്യാം. നമുക്ക് നമ്മൾ വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഓവർ ടൈം നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ചില കമ്പനികളിലാണെങ്കിൽ നമുക്ക് ഓവർ ടൈമിന് നമുക്ക് പൈസ തരും. ഇപ്പൊ എന്റെ കമ്പനിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഓവർ ടൈമിന് ഇപ്പം എനിക്കിപ്പോ 35 ദിവസം വെച്ച് 35 hours വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് പെർ ഡേ 7 hours ഇരുന്നാൽ മതി. അപ്പൊ ഞാൻ അതിന് 1 മണിക്കൂർ കൂടുതൽ ഇരുന്നാൽ എനിക്ക് 1 മണിക്കൂറിന്റെയും കൂടെ പൈസ കിട്ടത്തില്ല. നേരെ മറിച്ച് എനിക്ക് ആ 1 മണിക്കൂർ എനിക്ക് ടൈമിൽ നമുക്കൊരു അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം വരും, നമ്മുടെ അവർ അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം വരും. അപ്പൊ അതിൽ നമ്മൾ പഞ്ചിങ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇന്ന് 1 മണിക്കൂർ കൂടുതൽ ഇടും. അപ്പൊ ഈ ടൈം കോമ്പൻസേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ജർമ്മനിയിൽ, ചില കമ്പനികൾക്ക് ഉള്ളത്. അപ്പൊ അതെന്ന് പറയുന്നത് സൈറ്റ് ഔട്ട്സ്ലേഷ് അല്ലെങ്കിൽ ക്ലൈന്റ് സൈറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ടൈം കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഓവർ ടൈമിൽ നമുക്ക് പൈസ കിട്ടത്തില്ല. നേരെ മറിച്ച് ഈ അവർ നമ്മുടെ അക്കൗണ്ടിൽ കയറും. ഈ അക്കൗണ്ട് നമുക്കിപ്പോ എനിക്കിപ്പോ 1 മണിക്കൂർ ഇന്ന് കൂടുതൽ കിട്ടി, അങ്ങനെ ഈ മാസം ചിലപ്പോൾ ഞാൻ 7 മണിക്കൂർ എക്സ്ട്രാ അവർ ചെയ്ത് 7 മണിക്കൂർ എന്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ എനിക്ക് 7 മണിക്കൂർ ഒരു ദിവസത്തെ ലീവായിട്ട് എനിക്ക് യൂസ് ചെയ്യാം. നേരെ മറിച്ച് ഇപ്പൊ ഇവളുടെ കമ്പനിയുടെ കേസ് പറയുമ്പോൾ എനിക്ക് ഓവർ ടൈമിൽ ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടും. ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു എക്സ്ട്രാ അവേഴ്സിനെ നമുക്കൊരു വെക്കേഷൻ ആയിട്ട് മാറ്റാറോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുതൽ എഴുന്നിട്ട് മറ്റേ ദിവസം കുറച്ചിരിക്കാം എന്നുള്ള ഒരു സംഭവം ഇല്ലേ. ഞങ്ങളുടെ കമ്പനിയുടെ റൂൾ അനുസരിച്ച് ശരിക്കും എക്സ്ട്രാ അവർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പേ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എംപ്ലോയർ എക്സ്ട്രാ അവേഴ്സ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്പനി അല്ല. കാരണം അവിടെ എക്സ്ട്രാ അവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ 1 മണിക്കൂർ കൂടുതൽ ഇരുന്ന് അവരെനിക്ക് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എക്സ്ട്രാ അവേഴ്സ് ചെയ്യുന്ന ഒരു സംഭവം എന്റെ കമ്പനിയിലല്ല. കറക്റ്റ് 8 മണിക്കൂർ വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് വീട്ടിൽ പോവുക എന്നുള്ള ഒരു സിസ്റ്റമാണ് എന്റെ കമ്പനിയിലുള്ളത്. അതിപ്പം നമ്മുടെ കേസ്, ഇപ്പൊ എന്റെ കേസ് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ 1 മണിക്കൂറും കൂടെ എക്സ്ട്രാ ഇരിക്കാൻ നമുക്ക് അത്രയും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എംപ്ലോയർ അതിനെ ഇരുത്തത്തുള്ളൂ. കാരണം നമുക്ക് ഒരു റൂൾ ഉണ്ട്, അത് ഈ ട്രേഡ് യൂണിയൻ ഉള്ള കമ്പനികളിലെല്ലാം ഒരു റൂൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ മേ ബി പ്ലസ് ഓർ മൈനസ് 90 hours നമുക്ക് ചെയ്യാവുന്ന ഇതുണ്ട്. ആ 90 hours എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇയറിൽ നമുക്ക് എക്സ്ട്രാ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന അവേഴ്സ്. അപ്പൊ ഈ 90 hours നമുക്ക് ലീവായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ എംപ്ലോയറിന് ഇത് അറിയാവുന്നത് കൊണ്ട് ചില എംപ്ലോയേഴ്സ് നമ്മുടെ അക്കൗണ്ട് എപ്പോഴും അവര് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ഇത്ര അവേഴ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ബിൽഡ് ചെയ്ത് അത്രയും പോകുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം ആകുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും, നീ ഇനി ചെയ്യണ്ട, എക്സ്ട്രാ അവർ ചെയ്യണ്ട, നീ ഇനി പയ്യെ നിന്റെ ഇത് ബിൽഡ് ഡൗൺ ചെയ്യണോന്ന് പറയും. ഇവിടെ ഒരു കമ്പനിയിൽ നമ്മൾ അങ്ങനെ എക്സ്ട്രാ ഒരുപാട് വർക്ക് ചെയ്ത് നമ്മളെ പറഞ്ഞിട്ടുള്ള ലിമിറ്റ് അല്ലാതെ വർക്ക് ചെയ്യുന്നത് അലോ ചെയ്യത്തില്ലേ. ഇവിടുത്തെ റൂളിന് അഗൻസ്റ്റും ആണ്. നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ എത്ര അവേഴ്സ് പറഞ്ഞിട്ടുണ്ടോ അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ ചെയ്യുന്നത് ഇവിടുത്തെ ലോയ്ക്ക് അഗൻസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്കറിയാം, രാവിലെ കയറി കഴിഞ്ഞ് നമുക്ക് വർക്ക് രാത്രിയിലായാലും കോൾ വന്നാൽ നമ്മൾ അത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കയറി ലോഗിൻ ചെയ്ത് നമ്മൾ ആ ഇഷ്യൂ സോൾവ് ചെയ്യണം. അതേപോലെ ഇപ്പൊ വീക്കെൻഡ്സിൽ വർക്ക് ഉണ്ടെങ്കിൽ വീക്കെൻഡ്സിൽ ജോയിൻ ചെയ്യണം. നമുക്ക് കൈൻഡ് ഓഫ് എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കണം എന്നൊരു ഇതാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല.
8 hours കഴിഞ്ഞ് നമ്മളോട് ഒരിക്കലും നമ്മുടെ എംപ്ലോയർ നീ ഇത് ചെയ്യണം, ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഇത് ഇന്ന് തന്നെ ചെയ്യാനൊന്നും പറയാൻ അവർക്ക് പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരിക്കലും ഇവിടെ ഫോഴ്സ് ലേബർ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഒരിക്കലും നടക്കത്തില്ല. ഇവിടെ ഭയങ്കര ലീഗലി അത് എതിരാണ്. ഇപ്പൊ ഈ സ്വാങ് സാബേറ്റ് എന്ന് പറയാം, ആ ഫോഴ്സ് ലേബർ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഒരിക്കലും നടക്കത്തില്ല. സോ നമുക്ക് നമ്മുടെ 7 മണിക്കൂർ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞേക്കുന്ന 8 മണിക്കൂർ, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് തീർത്തിട്ട് നമ്മൾ പൊടി തട്ടി അവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മളെ പിന്നെ തിരിച്ചു വിളിച്ച് ഒരു പണിക്ക് അവർ വിളിപ്പിക്കത്തില്ല. അതുപോലെ ശനി ഞായർ നമുക്ക് ഇവിടെ വീക്കെൻഡ്സ് എന്ന് പറയുന്നത് അവധിയാണ്. നമ്മുടെ വർക്ക് റിലേറ്റഡ് ഒരു കാര്യത്തിലും നമ്മളെ ആരും വിളിക്കത്തുമില്ല, പറയത്തുമില്ല. നമ്മുടെ ഓൺ ടൈമാണ്, നമുക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ്. പക്ഷെ നാട്ടിൽ എനിക്കൊന്നും അങ്ങനെയല്ല. നമ്മൾ വീക്കെൻഡോട് എടുത്താലും മിക്കവാറും ആൾക്കാരൊക്കെ ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. അതൊരു ഭയങ്കര അടിപൊളി കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വർക്കിന് കൊടുക്കേണ്ട ടൈം കറക്റ്റ് ആയിട്ട് വർക്കിന് കൊടുക്കാനും നമ്മുടെ ഫാമിലിക്ക് കൊടുക്കേണ്ട ടൈം കറക്റ്റ് ആയിട്ട് ഫാമിലിക്ക് കൊടുക്കാനും അതുകൊണ്ട് നമുക്ക് പറ്റും. പിന്നെ ഇപ്പം ഇൻ ബിറ്റ്വീൻ നമ്മുടെ ജോലിക്ക് ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ, ഫാമിലി റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നമ്മുടെ എംപ്ലോയറിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മാനേജറിന്റെ അടുത്ത് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഫാമിലിക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും അർജന്റായിട്ട് എന്തെങ്കിലും കോൾ വന്നില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട് വീട്ടിലേക്ക് വേണ്ടി. സോ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് ബ്രേക്ക് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. അത് ഓരോ എംപ്ലോയേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും. എനിക്കും അവർക്ക് അങ്ങനെ പേഴ്സണലി വലിയ കുഴപ്പങ്ങളൊന്നും. നമുക്ക് പേഴ്സണലി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയറിന്റെ അടുത്ത് പറഞ്ഞാൽ അവർ നമ്മുടെ അവേഴ്സ് കട്ട് ചെയ്യും, അതേ ഉള്ളൂ. ബട്ട് നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു ഇത് റൈറ്റ് ഉണ്ട്. അപ്പൊ അത് ചെയ്യാൻ നമ്മൾ അലൗഡ് ആണ്, അവർ അലൗഡ് ആണ് നമ്മളെ വിടാൻ വേണ്ടി. നമുക്ക് പോകാനുള്ള റൈറ്റ് നമുക്കും ഉണ്ട്. അതേപോലെ ഇവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈക്വലി ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടുള്ള ഒരു വർക്കിംഗ് കൾച്ചറാണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിന് പോകാനും നമ്മളെ അവർ അലോ ചെയ്യുവേ. എന്തേലും അവരുടെ സ്കൂളിലെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഇന്ന് ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കേസ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം അവർക്കും ഫാമിലി അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. അവർ അതേപോലെ തന്നെ നമ്മൾക്കും ഒരു പ്രയോറിറ്റി. ഞാൻ എന്റെ ഓഫീസിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എന്റെ കൊളീഗ്സ് ഒക്കെ എല്ലാവർക്കും പിള്ളേരുള്ളത്. അപ്പം പല ആൾക്കാർ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ പെട്ടെന്ന് ബ്രേക്ക് എടുത്തിട്ട് അവർ പോയി ചിലപ്പം കിൻഡർ ഗാർഡൻ പിള്ളേരെ വിളിക്കേണ്ട കേസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിംഗ് ആണ് പിള്ളേരുടെ സ്കൂളിൽ. അപ്പൊ അതിനൊക്കെ ചിലപ്പോൾ അവർ പോകും. അതിന് നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ നമ്മുടെ ലീഡ് ഒബ്വിയസ്ലി നമ്മളെ അലോ ചെയ്യണം പോകാൻ വേണ്ടി. ഒരു ദിവസം ഇപ്പൊ നമുക്ക് വീട്ടിൽ കുട്ടിയുടെ കൂടെ ഇരിക്കണം, കുട്ടിക്ക് സ്കൂൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് കുട്ടിയുടെ കൂടെ വീട്ടിൽ ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ നമ്മളെ അലോ ചെയ്യും. അതൊക്കെ ഒരു നല്ലൊരു അടിപൊളി കാര്യം ഇവിടുത്തെ തോന്നുന്നേ. പിന്നെയുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ വർക്കിനിടയിലെ കമ്മ്യൂണിക്കേഷൻ. അത് ഓൾറെഡി ഞങ്ങൾ 1-2 വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ കൂടുതലും ആൾക്കാർ ഒരു ഫോർമൽ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മളിപ്പം അഡ്രസ് ചെയ്യുമ്പോഴായാലും നമ്മൾ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അവരുടെ പേര് പറയുന്നത്. നമ്മൾ നേരത്തെയും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എടുത്തു ചാടി കയറി നമുക്ക് ഒരാളെ ഫസ്റ്റ് നെയിം വിളിച്ച് അഡ്രസ് ചെയ്യാന്നുള്ളത് ഇവിടെ ആരും ചെയ്യത്തില്ല. നമ്മളുടെ ബോസിനെയൊക്കെ ആണെങ്കിൽ എന്തായാലും എപ്പോഴും നമ്മൾ മിസ്റ്റർ ആളുടെ പേര് സെക്കൻഡ് നെയിം ആയിരിക്കും നമ്മൾ എപ്പോഴും വിളിക്കുന്നത്. അല്ല കൊളീഗ്സിനെയൊക്കെ ആണെങ്കിൽ തന്നെ അവര് നമ്മളോട് ഒരു പെർമിഷൻ തരുന്നിടം വരെ നമ്മൾ അവരെ ഒരു മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സസ് എന്നുള്ള ഒരു ടേംസിലായിരിക്കും സംസാരിക്കുന്നത്. ഇവിടെ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഫോർമലായിട്ട് തന്നെ പോകുന്ന സ്ഥലമാണ്. പിന്നെ ചിലവരുണ്ട് നമുക്ക് നമ്മുടെ നല്ല രീതിയിൽ മിംഗിൾ ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ ചില കൊളീഗ്സ് നല്ല രീതിയിൽ മിംഗിൾ ചെയ്ത് സംസാരിക്കും. ചിലവരാണെങ്കിൽ ഡയറക്ട്ലി നമ്മളെ ഇവിടെ ജർമ്മനിയിൽ ദു എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചോളാം. ദു എന്ന് പറയുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ നീ എന്ന് വിളിക്കുന്ന. അപ്പൊ അത് അവര് ചിലപ്പോൾ നമ്മൾ ഡയറക്ട്ലി അങ്ങനെ വിളിച്ച് തുടങ്ങി സംസാരിക്കുന്നവരും ഉണ്ട്. നമുക്ക് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഫോർമലി അത് കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ചിലർക്ക് അവരെ ഫോർമലി ചെയ്യുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം, ചിലർക്ക് എന്നാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരും കാണും. അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ 2 തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ. പിന്നെ മോസ്റ്റ്ലി നമ്മുടെ ഒരു വർക്ക് എൻവയോൺമെന്റിൽ കണ്ടുവരുന്നതാണ് ഇവരെല്ലാവരും ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. ഞാൻ ജർമ്മൻസിൽ കൂടുതൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇവര് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. ഇവർക്ക് പറയേണ്ട കാര്യം നമ്മുടെ മുഖത്ത് നോക്കി നമുക്ക് ഹേർട്ട് ആവുമോ എന്നുള്ളതിനുപരി അവരത്ര ഹോണസ്റ്റ് ആയതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയും. അവർക്ക് നമ്മളിൽ നിന്ന് തോന്നിയ കാര്യമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യത്തിൽ തെറ്റാണെങ്കിലോ അത് നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്ത് അവർ കാണിക്കും.
അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. ചില നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികളുടെ നേച്ചർ കൊണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ഉൾവലിഞ്ഞ സ്വഭാവമാണ് നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മളൊന്നും പറയത്തില്ലായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില മനസ്സ് വെക്കുന്ന ടൈപ്പ് ആയിരിക്കും. നമ്മള് അങ്ങനെ പുറത്തോട്ടൊന്നും കാണിക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും ഹേർട്ട് ആയെങ്കിൽ നമ്മൾ അത് ഉള്ളിൽ തന്നെ വെച്ച് അങ്ങനെ പോകത്തതേ ഉള്ളൂ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാം ഓപ്പൺ ആയിട്ട് വെട്ടി തുറന്നങ്ങ് പറയും. നമുക്ക് ഹേർട്ട് ആയോ എന്നൊന്നും അവർ ചിന്തിക്കത്തില്ല. ഇവരങ്ങനെ മനസ്സിൽ വെക്കാത്ത ടൈപ്പാണ്. ചിലപ്പം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നാളെയും മറ്റന്നാളും ഇനി ഒരു വർഷമാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ ഈ കാര്യം കാണും. ഓക്കെ, നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ അടുത്ത് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു എന്നൊക്കെ നമ്മുടെ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് കാണും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവർ ആ കാര്യത്തെ പറ്റി ഓർക്കത്ത് പോലും ഇല്ല. സോ ഇവരൊക്കെ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ഉള്ള ആൾക്കാരാണ്. അതിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബ്ലണ്ട് ആയിട്ട് തോന്നാം, പക്ഷെ അത് കുഴപ്പമില്ല. ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ജർമ്മൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ നമ്മൾക്ക് വർക്ക് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതുകൊണ്ട് ഇത് പറയുക. ഇപ്പം നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്നും അവർ പലതും എക്സ്പെക്ട് ചെയ്യും. നമ്മൾ ഒത്തിരി പുറകോട്ട് നമ്മുടെ നിൽക്കരുത്. നമ്മുടെ ഐഡിയാസ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയാൽ നമുക്ക് മീറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും വലിയ ഹൈറാർക്കികളായിട്ടുള്ള മീറ്റിങ്ങോ അല്ലെങ്കിൽ മാനേജേഴ്സും കമ്പനിയുടെ വലിയ ആൾക്കാരും ഉള്ള മീറ്റിംഗ് ഒക്കെ നമ്മൾ ഇരുന്ന് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻപുട്ട് അവിടെ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമായിരിക്കും, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ മീറ്റിംഗ്സിലായിക്കോട്ടെ എന്തെങ്കിലും ഇതിൽ നമ്മളുടേതായ വാല്യുബിൾ പോയിന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ നമ്മളെ അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഇപ്പം മീറ്റിംഗ് ജർമ്മനി നടക്കുന്ന മീറ്റിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷ് നടക്കുന്നതാണെങ്കിലും നമുക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അപ്പൊ അവിടെ വെച്ച് അവരുടെ അടുത്ത് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു മടിയും വിചാരിക്കില്ല. ഇതൊക്കെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നമുക്ക് ആ ഒരു മീറ്റിംഗ് എപ്പോഴും ഇന്റർവ്യൂ നോക്കിത്തരും. ആ ഒരു മീറ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം നമ്മുടെ മാനേജേഴ്സിനോട്, ആ മീറ്റിംഗ് ആരാണ് നടത്തുന്നത് ആൾക്കാരോട് നമുക്ക് ചോദിക്കാം, എനിക്ക് ഇന്ന കാര്യം മനസ്സിലായില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ എന്ന് നമുക്ക് ചോദിക്കുന്നത് കൊണ്ട് അവർക്ക് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാകത്തുള്ളൂ. അവര് വിചാരിക്കും ഓക്കെ നമുക്ക് മനസ്സിലായില്ല, ചോദിക്കുന്നുണ്ടല്ലോ, അപ്പൊ നമ്മുടെ അത് കേട്ടോണ്ടിരിക്കുവാണല്ലോ എന്നൊരു ഇത് അവർക്ക് തോന്നും. നമുക്ക് മനസ്സിലാവാതെ നമ്മളിങ്ങനെ തല തട്ടി എനിക്ക് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞിരുന്നു, പിന്നെ അവർ ചോദിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടാവുന്ന ഒരു കാര്യമല്ല. നമുക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളത്. കാരണം അവര് അങ്ങനത്തെ കൈൻഡ് ഓഫ് ബിഹേവിയർ ഉള്ള, അങ്ങനത്തെ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ, അവർ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഞാൻ കുറച്ചും പറഞ്ഞ പോലെ അവരെല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതും. നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, അങ്ങനെ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഒരു മടിയും വിചാരിക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ വർക്കിൽ തന്നെ കണ്ടുവരുന്നത് നമുക്ക് എപ്പോഴും ഭയങ്കര ടീം വർക്ക് കാണുമായിരിക്കും. നമ്മുടെ ഓഫീസിലൊക്കെ ഇപ്പം എന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഓഫീസിൽ നല്ല രീതിയിൽ ടീം വർക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഓൺ ടാസ്ക് വരുമ്പോൾ നമ്മൾ അതിൽ മാക്സിമം എക്സൽ ചെയ്യാൻ നോക്കണം. നമ്മുടെ തലയിലായിരിക്കും ഫുൾ ടാസ്ക് ഇരിക്കുന്നത്. സോ അതിൽ ടീം വർക്ക് ഉണ്ടെന്ന് വരെ നമ്മൾ ഒത്തിരി അങ്ങ് മാറി നിൽക്കാനും പറ്റത്തില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഇൻപുട്ട് അവിടെ കൊടുത്തിരിക്കണം. അത് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യും. നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ കമ്പനി ഫ്യൂച്ചറിലൂടെ നിൽക്കണമെങ്കിലോ നമ്മുടെ പെർഫോമൻസ് ഇവാലുവേഷൻ ഒക്കെ കമ്പനി നടത്തുന്നത്. നമ്മളുടെ ഒരു ഔട്ട്പുട്ട് നമ്മുടെ ഇവാലുവേഷനിൽ ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ ടീമിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളതായിട്ട് ചെയ്യുന്ന ഐഡിയാസോ നമ്മുടേതായിട്ട് ചെയ്യുന്ന ഒരു വർക്ക് നമുക്ക് കാണിക്കാൻ ഉണ്ടാവണം. ഇനി നെക്സ്റ്റ് മെയിൻ പോയിന്റ് ആണ് എംപ്ലോയി ബെനിഫിറ്റ്സ്. നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും ഇവിടെ കിട്ടുന്നതെന്നുള്ളത്. അതിലൊരു മെയിൻ കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും ഒരു എമൗണ്ട് അതായത് ഒരു എമൗണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന് ഓൾറെഡി പോകുന്നുണ്ട്. അത് നമ്മുടെ എംപ്ലോയർ കൊടുക്കുന്നതാണ്. ആക്ച്വലി നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ ആ ഹെൽത്ത് ഇൻഷുറൻസ് നമ്പറും കാര്യങ്ങളും എല്ലാം നമുക്കൊരു ജോലി കിട്ടാൻ നേരം നമ്മൾ എംപ്ലോയറിന് കൊടുക്കണം. എന്നിട്ട് എംപ്ലോയർ ഒരു എമൗണ്ട് അത് ഹെൽത്ത് ഇൻഷുറൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു 50% നമ്മുടെ എംപ്ലോയർ ആയിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ പെൻഷനാണ്. ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ? അത് നോ മാറ്റർ അത് എവിടെയാണല്ലോ. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ജോലി മാത്രമേ നമുക്ക് പെൻഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, ഗവൺമെന്റ് ജോലിയും നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്താലും നമുക്ക് പെൻഷൻ കിട്ടും. അത് എനിക്ക് പെൻഷൻ കിട്ടണം, കാരണം നമ്മുടെ ടാക്സ് നമ്മൾ അതിന് പേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 68 അങ്ങാണ്ടാണെന്ന് തോന്നുന്നു കറണ്ട് പെൻഷന്റെ ഏജ്. ആ ഒരു ഏജ് വരെ നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പെൻഷൻ കിട്ടുക.
പക്ഷെ ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു അത് വീണ്ടും 70 ആക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇൻക്രീസ് ചെയ്യുമായിരിക്കും. ഒന്നും അറിയത്തില്ല. ഗവൺമെന്റ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ പല ഡിസിഷൻസ് ഉണ്ടാവുമല്ലോ. ചിലപ്പോ ഫ്യൂച്ചറിൽ നമ്മളൊക്കെ പെൻഷൻ ആവുമ്പോൾ ചിലപ്പോ 70 അതുവരെ ജീവിച്ചിരിക്കുമല്ലോ അറിയത്തില്ല. അതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. നമുക്ക് ജോലി ചെയ്ത് നമ്മുടെ പിടിക്കുന്ന ടാക്സ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തപ്പോ ഒരു മന്ത്ലി നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് ആയിട്ട് വരും. നമുക്ക് അത് മാത്രമല്ല, നമുക്ക് നേരത്തെ നമുക്ക് പെൻഷൻ പറ്റാൻ പറ്റും. അപ്പൊ നമുക്ക് 67 ഇപ്പൊ എനിക്കൊന്ന് കറന്റ് 67 വയസ്സാന്ന് തോന്നുന്നു. അപ്പൊ 67 വയസ്സിന് മുമ്പായിട്ട് നമുക്ക് ഇയർലി പെൻഷൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ നമുക്ക് അത്രയ്ക്ക് കുറച്ച് പെർസെന്റ് നമുക്ക് കിട്ടത്തുള്ളൂ പെൻഷനായിട്ട്. അതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നേരത്തെ ഇറങ്ങണം, നമുക്ക് നേരത്തെ ഇറങ്ങാം. പക്ഷെ ഇതാ പ്രശ്നം, കുറച്ച് പൈസ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഷുവർട്ടി ഒന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും നമുക്ക് എപ്പോഴും ജോലി അതേപോലെ ഉണ്ടാവും, നമ്മൾ സേഫ് സോണിലായിരിക്കും എന്നൊന്നും. ചില സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നിട്ട് നമുക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ഉണ്ടെന്നാണ് അല്ലേ? നമുക്ക് ഇവിടെ ജോലി നഷ്ടമാകുന്ന എന്തായാലും ഇവർ നേരത്തെ ഇൻഫോം ചെയ്തു. നമ്മള് ഓൾ ഓഫ് എ സഡൻ നമ്മളിപ്പോ ഇന്ന് വന്നിട്ട് പറയാം നമ്മൾ ഇന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ല ടൈം പീരീഡ് 3 മാസം എങ്കിലും നമുക്ക് കിട്ടും. അപ്പൊ ഈ 3 മാസം നമ്മൾ അറിഞ്ഞെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പോയി ബുണ്ടസ്അഗന്റിഫ്റ്റ് എന്ന് പറയും. അപ്പൊ ആ ഒരു ഏജൻസിയിൽ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറയും. അപ്പൊ അവിടെ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവര് നമുക്ക് 1 വർഷത്തേക്കാണ് തോന്നുന്നു നമുക്ക് അർബൈറ്റ്സ് ലോസ് ഗിൽഡ് എന്ന് പറയും. അതായത് അൺഎംപ്ലോയ്മെന്റിന്റെ പൈസ നമുക്ക് കിട്ടും. ഒരു വലിയ എമൗണ്ട് ആവണമെന്നില്ല, എന്നാലും നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ഒരു പൈസ ഒരു കുറച്ച് പീരീഡിലേക്ക് നമുക്ക് ഇവിടുത്തെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അതും ഇവിടുത്തെ ഒരു നല്ല ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെയുള്ള ഒരു പോയിന്റ് ആണ് പെയ്ഡ് സിക്ക് ലീവ് എന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മിക്ക കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ അവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, ഒരു 20 ഡേ പെർ ഇയർ അല്ലെ 30 ഡേ പെർ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇവിടെ എന്ന് വെച്ചാല് സിക്ക് ലീവ് നോർമലി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം എന്നൊക്കെ പറയാം. എന്നാലും മാക്സിമം ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാല് 6 വീക്സ് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള സിക്ക് ലീവ് നമ്മുടെ എംപ്ലോയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് അടുപ്പിച്ചൊരു 6 വീക്സ് നമ്മൾ എന്തെങ്കിലും കാരണത്താൽ സിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറി കിട്ടും. 6 വീക്കിന് ശേഷം വീണ്ടും ഇപ്പൊ എന്തെങ്കിലും ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ വന്നിട്ട് 6 വീക്കിന് ശേഷം നമ്മൾ വീണ്ടും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ നമുക്ക് പൈസ തരത്തില്ല. പകരം ഒരു കുറച്ച് പെർസെന്റേജ് കുറച്ച് പീരീഡിലേക്ക് കൂടെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നമ്മൾക്ക് പേ ചെയ്യും. അതും ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് ആണ്. ഇപ്പൊ അല്ലാതെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കമ്പനിയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് 1 ഡേ സിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിക്ക് നോട്ട് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇന്ന് വയ്യ എന്നുള്ള കാര്യം ഞാൻ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സിക്ക് എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇപ്പം നേരെ മറിച്ച് എനിക്കാണെങ്കിൽ ഒരു ദിവസത്തേക്കാണെങ്കിലും സിക്ക് നോട്ട് കാണിക്കണം. അപ്പൊ അത് ഓരോ കമ്പനി വേരി ചെയ്യും, ഓരോ കമ്പനിക്ക് ഓരോ റൂളായിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ വേറെ കുറച്ച് അതർ ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഓരോ കമ്പനി ഡിപ്പെൻസ് ആക്ച്വലി. ചില കമ്പനിക്കാരാണെങ്കിൽ അവര് നമുക്ക് ടിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയൊക്കെ ഉള്ളത്. ചില കമ്പനി അവരുടെ ഓൺ കാർ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. പിന്നെ അതുപോലെ മീൽസ്, ഇതിനൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വൗച്ചേഴ്സ് കാണാം. പിന്നെ ഇതുപോലെ ചിലവരാണെങ്കിൽ എനിക്കൊന്ന് ജിമ്മിന് വേണ്ടിയുള്ള എന്തെങ്കിലും എൻട്രി ഇതിനുള്ള കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ബോണസോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചിലത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കമ്പനി ഡിപ്പെൻഡ് ആണ്. കുറച്ച് വലിയ പക്ഷെ എല്ലാവർക്കും കൂടുതലും കിട്ടണമെന്നില്ല. ചില ട്രാൻസ്പോർട്ടേഷൻ കാർഡൊക്കെ കുറെ പേർക്കൊക്കെ കിട്ടുമായിരിക്കും, ബാക്കിയൊക്കെ ഡിപ്പെൻസ് ഓൺ കമ്പനിയാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എത്ര സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഉള്ളതാണ്. അത് ശരിക്കും നമ്മൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എത്ര സാലറി കിട്ടും എന്നുള്ളത്. അത് ഒരു ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 50,000 ഒക്കെയാണ് നമുക്ക് പെർ ഇയർ സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഇതാണ് ബ്രൂട്ടോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഗ്രോസ് സാലറി. അതിൽ നിന്ന് എന്തായാലും നല്ലൊരു ശതമാനം ടാക്സ് പോവായിരിക്കും. എന്നാലും ഇത്രയൊക്കെയാണ് ഒരു ആവറേജ് സാലറി വരുന്നത്. അതിപ്പോ ഓരോ ഫീൽഡ് അനുസരിച്ച് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടാൻ സാധ്യത മെഡിക്കൽ ആയിരിക്കും അല്ലെ? ഏറ്റവും ഹയസ്റ്റ് സാലറി കിട്ടുന്ന ഫീൽഡ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലായിരിക്കും ഏറ്റവും ഹയർ സാലറി കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ടീച്ചേഴ്സ്, റിസർച്ചേഴ്സ്, പിന്നെ ലോയേഴ്സ്, അവർക്കൊക്കെ ആയിരിക്കും ഏറ്റവും ടോപ്പ് സാലറീസ് കിട്ടുന്നത്.
പിന്നെ അത് കഴിഞ്ഞ് വരുന്നവർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു IT പ്രൊഫഷൻസ് ആയിരിക്കും, പിന്നെ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കലോ അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സിനൊക്കെ. പിന്നെ വേറെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിമാൻഡ് ഉള്ള സെക്ടേഴ്സ് എന്ന് വെച്ചാൽ. ഇവിടെ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 1 lakh ഒക്കെ അടുപ്പിച്ച് 1 lakh എനിക്ക് ആവറേജ് എന്തായാലും അവർക്ക് സാലറി ഒക്കെ കിട്ടുന്നുണ്ടാവും. അതേപോലെ എഞ്ചിനീയേഴ്സിനൊക്കെ ആണെങ്കിലും ഒരു 60,000 ഒക്കെ എന്തായാലും ആവറേജ് ഒക്കെ ആയിരിക്കും അവരുടെയും സാലറി വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടെ സാലറി എക്സ്പെക്ടേഷനെ പറ്റി പറയുന്നത്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത് ഇവിടെ വർക്ക് ചെയ്താലുള്ള ബെനിഫിറ്റ്സിനെ പറ്റിയാണ്. അതേപോലെ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു നെഗറ്റീവ് സൈഡൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ടാക്സ് ഡിഡക്ഷൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കമ്പാരിറ്റീവ്ലി ഹൈ ആണെന്ന് തോന്നുന്നു. നമ്മളുടെ സാലറിയുടെ ഏകദേശം നല്ലൊരു പെർസെൻറ്റേജ് മന്ത്ലി നമുക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അത് ഡിപ്പെൻഡ്സ് നമ്മൾ ടാക്സ് ക്ലാസും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിൽ നമുക്ക് ആ വരുന്ന ടാക്സ് ക്ലാസ് 3-5 എന്ന് പറയുന്ന ടാക്സ് ക്ലാസും ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ആയിരിക്കും നമ്മുടെ ടാക്സ് പിടിക്കുന്നത്. സിംഗിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ. അപ്പം അങ്ങനെ ടാക്സ് പിടിക്കുന്നതിന്റെ ഒരു ആവറേജ് എമൗണ്ട് പറയാനാണെങ്കിൽ പെർസെന്റ് പറയാനാണെങ്കിൽ 40% നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് പിടിക്കും. അപ്പൊ തന്നെ ആലോചിക്കാമല്ലോ, നമുക്ക് കിട്ടുന്ന സാലറിന്ന് ഏകദേശം പകുതിയോടടുത്ത് നമുക്ക് ടാക്സ് ആയിട്ട് കൊണ്ടുവരും. ടാക്സും ഈ സോഷ്യൽ കോൺട്രിബ്യൂഷൻസും ആയിട്ടാണ് അത് പോകുന്നത്. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞിട്ടൊക്കെ വരുന്നവർക്ക് കുറച്ച് പാടായിരിക്കും. കാരണം പണ്ടൊക്കെ വർക്ക് ചെയ്തവരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടൊക്കെ ഇവിടെ വന്നവരുടെ അവസ്ഥ ഭയങ്കര പാടായിരിക്കും തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ ജർമ്മനിയിലുള്ള ആൾക്കാർ കുറെ ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം അവർക്ക് ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് തോന്നി ഇപ്പൊ അല്ലേ, ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും. എന്നാൽ കുറെ പഴയ ആൾക്കാർ, ഇച്ചിരി ഓൾഡായിട്ട് ഉള്ള ആൾക്കാരോട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ഇംഗ്ലീഷ് ഒന്നുമേ അറിയത്തില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഇവിടെ വന്നവരുടെ അവസ്ഥ ശരിക്കും നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ കുറച്ചുകൂടെ ബ്ലെസ്ഡ് ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പം അത്രയും സ്ട്രഗിൾ ചെയ്യുന്നില്ല. ഇവിടെ ഒരുപാട് പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ ഉണ്ട്. എന്നാലും ഇവിടെ വരുന്ന ജോലി ശ്രമിക്കുമ്പോൾ കോമൺലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ജർമ്മൻ ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്, ജർമ്മൻ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതും ഒരു കൈൻഡ് ഓഫ് ഇവിടെ വരുമ്പോൾ ഉള്ളൊരു നെഗറ്റീവ് സൈഡാണ്. നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേജ് നമ്മളിവിടെ വരുന്ന സ്ഥലം അനുസരിച്ച് നമ്മളിപ്പോ ഒത്തിരി ഉള്ളിലോട്ടുള്ള സ്ഥലത്തൊക്കെ പോയി ഇവിടെ വന്ന് ആദ്യമായിട്ട് താമസിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ആരാണെങ്കിൽ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം തൊട്ടടുത്തുള്ള കടകളിലൊക്കെ പോയാലും ചിലവര് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല. അപ്പൊ അവിടെയുള്ള ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ പഴയ കാലത്തെ ആൾക്കാരായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ഒരു ഡയലക്റ്റ് ഉണ്ട്. ഈവൻ നമ്മള് നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നാൽ പോലും, ജർമ്മൻ പഠിച്ചിട്ട് വന്നാൽ പോലും അവർ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇപ്പം നമ്മുടെ നമ്മുടെ മലയാളവും നമ്മുടെ കണ്ണൂരുകാരുടെ മലയാളവും കേട്ടാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. അതുപോലെയാണ് ഇവരുടെ ഡയലക്റ്റ് ജർമ്മൻ. നമ്മള് ഹൈ ജർമ്മൻ പഠിച്ചിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ ഹൈ എന്ന് പറഞ്ഞാൽ ഹൈ ഹോപ്പ് ഡോയ്ച്ച് എന്ന് പറയും. അത് പഠിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവരുടെ ചില സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ഓരോ സ്റ്റേറ്റിലും ഓരോ ഡയലക്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും മനസ്സിലാവണമെന്നില്ല. സോ ബെറ്റർ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പഠിക്കുന്ന രീതി പഠിക്കുക, ഇവിടെ വന്ന് കൂടുതൽ ആൾക്കാരോട് മിങ്കിൾ ചെയ്യുക. അപ്പൊ നമ്മൾ സംസാരിച്ച് നമ്മുടെ ആ ഒരു ഇതങ്ങ് പോവും, ആ ഒരു ചമ്മലും ആ ഒരു ഇതങ്ങ് പോവും. ഒന്നും പഠിക്കാതെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് ആദ്യം നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരികയായിരിക്കും. അതാണ് ഒരു നെഗറ്റീവ് സൈഡ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇനി നെക്സ്റ്റ് ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. അത് ചില സിറ്റുവേഷൻസിൽ നമുക്ക് കുറച്ച് അതുമായിട്ട് സെറ്റായി പോയാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. നമുക്കൊരു നാട്ടിലൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി, കുറച്ചുകൂടെ നമുക്ക് എൻജോയ് ചെയ്ത് അങ്ങനത്തെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അത്രയും നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കുറച്ചുകൂടെ എല്ലാവരും വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഭയങ്കര ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാവരും കൂടെ അങ്ങനത്തെ ഒരു ഇത് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. ഉണ്ട്. ഇപ്പൊ നമുക്ക് സമ്മർ പാർട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാ പാർട്ടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിൽ മാരത്തോൺ, എനിക്ക് അവളുടെ കമ്പനിയിലുണ്ട്. അപ്പൊ എല്ലായിടത്തും മാരത്തോൺ നടത്തുന്നുണ്ട്, ചിലയിടത്ത് സ്പോട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലയിടത്താണെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ട് പാർട്ടി നടത്തുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും ഇവന്റ് ഒക്കെ നടത്തി അങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കാണും. കൾച്ചറൽ അങ്ങനത്തെ ഒരുപാട് ഇവന്റ്സ് ഒരുപാട് ഇവിടെ ഉണ്ട്. എന്നാലും കുറച്ച് സ്ട്രിക്റ്റ് എന്ന് പറയാം. അവർക്ക് വർക്കിന്റെ കാര്യം വരുമ്പോ അവര് 100%
വർക്ക് ഓറിയന്റഡ് തന്നെ, വർക്ക് ക്വാളിറ്റി തന്നെ എല്ലാവരും. അതൊക്കെയാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം അനുസരിച്ച് നമുക്ക് എത്ര സാലറി ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങും അതുപോലെ ഹൈ ആണ്. നമ്മളിപ്പം ജീവിക്കുന്ന ഒരു സിറ്റി വെച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട വരുന്ന പൈസയും അതേപോലെ ഹൈ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന സാലറി അതുപോലെ ആയിരിക്കും, പക്ഷെ അതുപോലെ നമ്മളുടെ കയ്യിൽ നിന്നും ചെലവുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്കിവിടെ ജർമ്മനിയിലെ വർക്ക് കൾച്ചറും വർക്കിംഗ് സ്റ്റൈലും പിന്നെ ഇവിടെ വർക്കിന്റെ ബെനിഫിറ്റ്സും പ്രശ്നങ്ങളും എല്ലാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ കാണുക. അപ്പൊ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, ബൈ ബൈ.